65 ലക്ഷത്തോളം വരുന്ന ആളുകളെയാണ് ബീഹാറിൽ വോട്ടർ പട്ടികയിൽ നിന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്താക്കിയത്. ആരൊക്കെയാണ് ഇതെന്ന് ചോദിച്ചു കഴിയുമ്പോൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ തരാൻ വേണ്ടിയിട്ട് അവർ തയ്യാറുമാവുന്നില്ല. അപ്പോൾ ഇതിൻ്റെയൊക്കെ പിന്നിൽ വളരെ ഗൂഢമായിട്ടുള്ള ഒരു ഗംഭീരമായിട്ട് ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു പദ്ധതിയുണ്ട്. അതുകൊണ്ട് തന്നെയല്ലേ ഇത്തരത്തിൽ ഉള്ള സംഭവങ്ങൾ ഉണ്ടാകുന്നത്. ഇതിൻ്റെ പിന്നിൽ BJP നടപ്പാക്കാൻ പോകുന്നത് വലിയ 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 പദ്ധതിയാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രേക്ഷകരും ഗൗതമൊക്കെ തന്നെ കേട്ടാൽ നമുക്ക് വിശ്വസിക്കാൻ തോന്നാത്ത വിധമുള്ള അത്ര അത്ഭുതകരമായ ഒരു പദ്ധതിയാണ്. പക്ഷേ ഈ പദ്ധതിക്ക് ചില മാതൃകകളുണ്ട്. കാരണം ഡിസ്എൻഫ്രാഞ്ചൈസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റ് അമേരിക്കയിൽ 1800-കളിലൊക്കെ നടപ്പിലാക്കിയിരുന്നു. ആ നടപ്പിലാക്കിയ പ്രൊജക്റ്റിൻ്റെ അതേ മാതൃകയിൽ ഇവിടെ ആളുകളെ ഒഴിവാക്കുന്നൊരു പ്രൊജക്റ്റാണ് മോദി നടപ്പിലാക്കാൻ പോകുന്നത്. ഞാനത് വിശദീകരിക്കാം. ബ്ലാക്സിൻ്റെ മുകളിൽ വെള്ളക്കാർക്ക് ആധിപത്യം ഉണ്ടാക്കാൻ ബ്ലാക്സിനെ ഇതുപോലെ തന്നെ നിരവധി പദ്ധതികളിലൂടെ അവർ വോട്ടേഴ്സ് പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു, പൗരത്വത്തിൽ നിന്നൊക്കെ ഒഴിവാക്കിയിരുന്നു. ആ ഒഴിവാക്കിയ പദ്ധതിയുടെ ഒരു മിനി പതിപ്പാണ് യഥാർത്ഥത്തിൽ ഈ പറയുന്ന ബീഹാറിൽ കാണുന്നത്. പിന്നെ ഗൗതം പറഞ്ഞതിൽ ഫാക്ച്വലി ഒരു റോങ് ഉള്ളത് 65 ലക്ഷം എന്ന് പറയുന്നത് മാധ്യമങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്, അതുകൊണ്ട് ഗൗതം പറഞ്ഞിട്ടുണ്ടാവും. പക്ഷേ പ്രശ്നം അത് തെറ്റാണ്. 65 ലക്ഷം അല്ല, അവിടെ യഥാർത്ഥത്തിൽ പുറത്താക്കപ്പെട്ടിരിക്കുന്നത് 94 ലക്ഷമാണ്. പിന്നെ യഥാർത്ഥത്തിൽ പുറത്താക്കപ്പെട്ടു എന്ന് ഇലക്ഷൻ കമ്മീഷൻ സമ്മതിക്കുന്നില്ല. ഇലക്ഷൻ കമ്മീഷൻ ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ വരെ പുറത്താക്കി എന്ന് സുപ്രീം കോടതി ചോദിച്ചപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ പറയുന്നത് ഞങ്ങൾ ആരെയും പുറത്താക്കിയിട്ടില്ല, പകരം ഞങ്ങൾ പഴയ വോട്ടേഴ്സ് ലിസ്റ്റ് അങ്ങനെ തന്നെ ചവറ്റുകൊട്ടയിലിട്ടു, ഇനി ഞങ്ങൾ പുതിയൊരു വോട്ടേഴ്സ് ലിസ്റ്റ് ഉണ്ടാക്കുന്ന പണിയിലാണ് ഞങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്, അതിനെയാണ് ഞങ്ങൾ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. ഇത് പക്ഷേ ഇന്ത്യയുടെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത, ലോകത്തിൻ്റെ തന്നെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത നിലയിൽ ഏതാണ്ട് 1,64,00,000 ആളുകൾ ഈ വോട്ടർ പട്ടികയിൽ നിന്ന്, ബീഹാറിൽ നിന്ന് വോട്ടർ പട്ടികയിൽ നിന്ന് അപ്രത്യക്ഷരാകാൻ പോകുന്നു. അവരിൽ പലരെയും മരിച്ചതായി കണക്കൂട്ടിയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുള്ളത്. ആ മരിച്ചിട്ടുള്ള 7ഓളം പേരുമായി ഇന്നലെ രാഹുൽ ഗാന്ധി ചായ കുടിച്ചിട്ടുണ്ട്. ആ മരിച്ചവരുമായിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ ചായ കുടിക്കുന്നത് എന്നാണ് രാഹുൽ ഗാന്ധി പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് കണക്കുകളിലേക്ക് വരാം. യഥാർത്ഥത്തിൽ അതിൽ വോട്ടർ പട്ടികയിൽ അവർ പുതിയ വോട്ടർ പട്ടിക ഉണ്ടാക്കാൻ വേണ്ടി അവർ കൊടുത്തിരിക്കുന്ന നിബന്ധന എന്ന് വെച്ചാൽ 2003 വോട്ടർ പട്ടികയിൽ നിങ്ങളുടെ പേരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനോ അമ്മയ്ക്കോ പേരുണ്ടെങ്കിൽ നിങ്ങൾക്ക് വന്നാൽ വലിയ സർട്ടിഫിക്കറ്റ് ഒന്നും കൂടാതെ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാം. അതും പക്ഷേ ബൂത്ത് ലെവൽ ഏജന്റുമാരുടെ കരുണയിലാണ്. അതല്ല, നിങ്ങൾ ആ വോട്ടർ പട്ടികയിൽ പേരില്ലാത്തവരാണെങ്കിൽ പിന്നെ 11ഓളം വരുന്ന ഡോക്യുമെന്റുകൾ നിങ്ങൾ കൊടുക്കണം. ആ ഡോക്യുമെന്റുകൾ ആധാർ കാർഡില്ല, വോട്ടേഴ്സ് ID ഇല്ല, ഇത്തരത്തിലുള്ള ഒരു ഡോക്യുമെന്റ് പോലും സ്വീകരിക്കില്ല. പകരം സ്വീകരിക്കണമെങ്കിൽ നിങ്ങളുടെ മെട്രിക്കുലേഷൻ സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ SLC പാസ്സായ സർട്ടിഫിക്കറ്റ് വേണം, അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അച്ഛൻ്റെ അമ്മയുടെയൊക്കെ ഡേറ്റ് ഓഫ് ബർത്ത് വേണം. അപ്പം ഇത് കോടതി ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങൾ ആധാർ സ്വീകരിക്കാത്തതെന്ന് ചോദിച്ചപ്പോൾ കോടതിയിൽ അവർ പറയുന്നത് ഒരു വ്യക്തിക്ക് പൗരത്വമുണ്ട് എന്ന് പറയാനായിട്ട് ആധാർ അതിൻ്റെ അവസാന രേഖയല്ല എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പം അത് ശരിയാണെങ്കിൽ കോടതി തിരിച്ചൊരു ചോദ്യം ചോദിച്ചു, എങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്ന 11 ഡോക്യുമെന്റിൽ ഏതാണ് അവസാനത്തെ രേഖ എന്ന് ചോദിച്ചു. അപ്പോഴും ഇലക്ഷൻ കമ്മീഷൻ ഉത്തരം ഇല്ല. ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന യോഗേന്ദ്ര യാദവ് എന്ന് പറയുന്ന കേസ് കൊടുത്തിട്ടുള്ള എന്ന് പറഞ്ഞാൽ ADF എന്ന് പറയുന്ന അക്കാഡമിക് റിഫോംസ് എന്ന് പറയുന്ന ഒരു പാർട്ടിയാണ് കേസിന് പോയിട്ടുള്ളത്. അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസ് എന്ന് പറയുന്ന പാർട്ടിയാണ് കേസിന് പോയിട്ടുള്ളത്. ആ കേസിന്റെ ഭാഗമായി ഈ പറയുന്ന പോലെ ഞാൻ നേരത്തെ യോഗേന്ദ്ര യാദവ് കൂടി കേസ് കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം അവിടെ മരിച്ചത് കൊണ്ട് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കി എന്ന് എഴുതി വെച്ചിട്ടുള്ള ഒരു കുട്ടിയെ ഹാജരാക്കിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ആളുകളുമായിട്ടാണ് ചെന്ന് ചായ കുടിച്ചത്. ഇത് യഥാർത്ഥത്തിൽ അവിടെ BJPക്ക് വോട്ട് കിട്ടില്ല എന്നുറപ്പുള്ള ഒരു വലിയ വിഭാഗം അവിടെ ഉണ്ട്. കാരണം 2011 സെൻസസ് പ്രകാരം അവിടുത്തെ പോപ്പുലേഷനിൽ 16% വരുന്ന മുസ്ലിംസാണ്. ആ മുസ്ലിം മേഖലകളിലൊക്കെ തന്നെ വളരെ വ്യാപകമായി ഇത് ഉപയോഗിച്ചുകൊണ്ട് ഇപ്പം നിയമസഭാ തെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് മുമ്പ് ഒരു സ്ഥലത്ത് അവർ വോട്ടുകൾ ഒഴിവാക്കുന്നു, അങ്ങനെ മത്സരത്തിൽ ജയമുറപ്പിക്കുന്നു. മറ്റൊരു സ്ഥലത്ത് മഹാദേവപുരയിലും അതുപോലെ തൃശ്ശൂരും ഒക്കെ തന്നെ വോട്ടുകൾ ക്രമാതീതമായി വർദ്ധിപ്പിച്ചുകൊണ്ട് അവർ ജയമുറപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള ഒരു വലിയ പദ്ധതിയാണ് ഈ നടപ്പിലാക്കുന്നത്. ഇനി ബീഹാറിന്റെ കണക്കിലേക്ക് വന്നാൽ 2005 അവിടെ 2 ഇലക്ഷൻ നടക്കുന്ന ഒരു ചരിത്രത്തിൽ ആദ്യമായി 2005 2 ഇലക്ഷനുകൾ നടന്നു. ഒന്ന് 2005 ഫെബ്രുവരി, 2005 ഒക്ടോബറിൽ. അതിൽ 2005 ഒക്ടോബറിൽ മാത്രമാണ് അവിടുത്തെ വോട്ടർ പട്ടികയിൽ കുറവുണ്ടായത്. എന്ന് പറഞ്ഞാൽ ആദ്യം ഇലക്ഷൻ നടക്കുമ്പോൾ 5,26,00,000 അതിനുശേഷം അത് 5,13,00,000 കുറഞ്ഞു. അതിന് ചില കാരണങ്ങളുണ്ട്, ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിലുകളിലേക്ക് പോകുന്നില്ല. പക്ഷെ അതിനുശേഷം ഇപ്പം 2024 ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ അവിടുത്തെ വോട്ടർ പട്ടികയിലെ വോട്ടേഴ്സ് എന്ന് പറയുന്നത് 7,72,59,579 വോട്ടാണ്. ആ വോട്ടിൽ നിന്ന് ഇപ്പം എത്തിയേക്കുന്നത് 7,24,00,000 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ 45 ലക്ഷത്തോളം ആളുകൾ ഏതാണ്ട് കുറഞ്ഞു. പക്ഷെ അതുമല്ല കുറഞ്ഞേക്കണത്. കാരണം
യഥാർത്ഥത്തിൽ അവിടെ കുറഞ്ഞേക്കണത് ഏതാണ്ട് 65 ലക്ഷം പേരാണ്. ഗൗതം പറഞ്ഞ പോലെ 65 ലക്ഷത്തിന് വ്യത്യാസമുണ്ട്, പക്ഷെ ഞാൻ അതിലേക്ക് വരാം. കാരണം ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ട്. അവർ ഓരോ തവണയും ഓരോ സംസ്ഥാനത്തെയും ഫെർട്ടിലിറ്റി റേറ്റും പോപ്പുലേഷൻ ഗ്രോത്തും ഒക്കെ നോക്കിക്കൊണ്ട് അടുത്ത കൊല്ലം ഉണ്ടാകാവുന്ന ഒരു പോപ്പുലേഷൻ അവർ നിർവചിക്കാറുണ്ട്, അല്ലെങ്കിൽ അതിന് കൃത്യമായിട്ടുള്ള കണക്കുകൾ പുറത്തുവിടാറുണ്ട്. അങ്ങനെ ഇന്ത്യൻ ഗവൺമെന്റിന്റെ എക്സ്പേർട്ട് കമ്മിറ്റി, വേറെ ആരുമില്ല കേട്ടോ, BJP തന്നെ ഭരിക്കുന്ന ഇന്ത്യൻ ഗവൺമെന്റ് എക്സ്പേർട്ട് കമ്മിറ്റി പുറത്തുവിട്ട കണക്ക് പ്രകാരം അവിടെ ബീഹാറിൽ ജൂലൈ 2025 8.18 കോടി ഉണ്ടാവണം ആളുകളുടെ ജനസംഖ്യ. കാരണം ബീഹാർ ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വളർച്ചാ നിരക്ക്, പോപ്പുലേഷനിൽ വളർച്ചാ നിരക്ക് കാണിക്കുന്ന ഒരു സ്റ്റേറ്റ് ആണ്. 2001-ലും 2004-ല് 4.3 ഇപ്പം അത് 2008 വന്നപ്പോഴത്തേക്ക് തന്നെ 3.9 ഫെർട്ടിലിറ്റി റേറ്റ്. അത്രയും ഫെർട്ടിലിറ്റി റേറ്റ്, അതായത് നമ്മുടെ ഇവിടെയൊക്കെ ഉള്ളത് 2.1-ഉം 1.9-ഉം ഒക്കെയാണെന്ന് ആലോചിക്കണം. അപ്പോൾ അത്രയും വലിയ ഫെർട്ടിലിറ്റി റേറ്റ് ഉള്ള സ്ഥലമാണ്. 26-28% വരെയൊക്കെ പോപ്പുലേഷൻ വളരുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വളരുന്ന ഒരു സ്ഥലത്ത് യഥാർത്ഥത്തിൽ ഇപ്പോൾ ഈ 8.18 എന്ന് പറയുന്ന കോടിയാണ് യഥാർത്ഥത്തിൽ അവിടെ ജനസംഖ്യ ഉണ്ടാകേണ്ടത്. അങ്ങനെ ഉണ്ടെങ്കിൽ ഈ 7.24 കുറക്കുമ്പോൾ എത്രയാണ് കിട്ടുന്നതെന്നറിയോ? അതാണ് 65 ലക്ഷം. പക്ഷെ അതുപോലും അല്ല യഥാർത്ഥ കണക്ക്. കാരണം ഇപ്പം അവിടെയുള്ള നിരവധി BLOമാർ, അവർ 1 ലക്ഷത്തോളം എന്ന് BLOമാർ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അവർ യഥാർത്ഥത്തിൽ സസ്പെക്റ്റ് ആയിട്ടും മറ്റേ അന്വേഷിക്കണമെന്നും പറഞ്ഞു വച്ചേക്കുന്ന ഏതാണ്ട് 70 ലക്ഷത്തോളം വരുന്ന വോട്ടേഴ്സ് വേറെ ഉണ്ട്. അതായത് ഫൈനൽ ലിസ്റ്റിൽ ഏതാണ്ട് അവരും കൂടി ഒഴിവാക്കപ്പെട്ടേക്കാം. അപ്പൊ എന്ന് പറഞ്ഞാൽ 1.64 ലക്ഷത്തോളം ആളുകൾ, അതായത് നേരത്തെ പറഞ്ഞ കണക്കിലൊരു വ്യത്യാസമുണ്ട്. അതായത് 8.18 നിന്ന് 7.24 ഉറക്കുമ്പോൾ കിട്ടുന്നത് 94 ലക്ഷമാണ്. അപ്പൊ 65 അല്ല ഞാൻ പറഞ്ഞ, 94 ലക്ഷത്തിൽ നിന്ന് എന്ത് കുറയാം? ഇത് കുറയാം. മനസ്സിലായി? ആ 94 ലക്ഷം പ്ലസ് 70 ലക്ഷം, അപ്പോൾ 1.64 ലക്ഷത്തിൽ നിന്ന് എന്ത് ചെയ്യാം? ഈ പറയുന്ന പോലെ അത്രയും ആളുകൾ ഒരു വോട്ടർ പട്ടികയ്ക്ക് പുറത്തേക്ക് പോകുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം. ബ്രിട്ടന്റെ 135%. മനസ്സിലായോ? അതുപോലെ ഫ്രാൻസിനേക്കാൾ വലിയ ജനസംഖ്യയാണ് ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒഴിവാക്കപ്പെടുന്നത്. ആ ഒഴിവാക്കപ്പെടുന്നതിന്റെ കാരണം യഥാർത്ഥത്തിൽ ഇതിന്റെ ഇത്തരത്തിൽ ഡ്രൈവ് നടക്കുന്ന ഏറ്റവും വലിയ ജില്ലകളിൽ ഒന്ന്. ഇതിലിപ്പോൾ ചില ആൾക്കാരൊക്കെ പറയുന്നത്, പലരും വിശ്വസിക്കുന്നത് ഇത് ഒഴിവാക്കപ്പെടുന്നതിന്റെ കാരണം ഇവരൊക്കെ അനധികൃതമായിട്ട് തങ്ങിപ്പാർക്കുന്ന ആളുകളാണെന്നാണ്. ഏറ്റവും ആദ്യം 2 ജൂലൈ 2025 ഇത് ജ്ഞാനേഷ് കുമാർ എന്ന് പറയുന്ന ഇലക്ഷൻ കമ്മീഷണർ, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം കേരളത്തിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. എറണാകുളത്ത് കളക്ടറായിരുന്നു, കൊച്ചിൻ കോർപ്പറേഷൻ്റെ കമ്മീഷണറായിരുന്നു. ആ സമയത്ത് അദ്ദേഹവുമായി ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തെ പോലുള്ള ആൾ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആയിരിക്കുന്നു. അതിന് മുമ്പ് അദ്ദേഹം അമിത്ഷായുടെ കൂടെ അദ്ദേഹത്തിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു ഡയറക്ടറായിട്ടാണ് വർക്ക് ചെയ്തത്. വളരെ അമിത്ഷായ്ക്ക് ഇഷ്ടപ്പെട്ട ഉദ്യോഗസ്ഥനായിരുന്നു. അതുകൊണ്ടാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി നിയമിതനായതിൻ്റെ കഥകളിലേക്ക് ഞാൻ പിന്നീട് വരാം, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ അദ്ദേഹം തന്നെ പറയുന്നത് ബീഹാറിൽ 20% വരുന്ന ഫേക്ക് വോട്ടേഴ്സാണ്. ആ വോട്ടേഴ്സിനെയൊക്കെ നമുക്ക് പുറത്ത് കളയണമെന്ന് 20% രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാരോട് അവർ പറഞ്ഞത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രജുഡീസ്ഡായി മുൻവിധിയോടുകൂടി ഒരു പരിപാടിക്ക് ഇറങ്ങിയിരിക്കുകയാണെന്ന് ചുരുക്കം. ഒന്ന്. രണ്ടാമത്തത്, ഗൗതം പറഞ്ഞതുപോലെ ഇത് ഒഴിവാക്കിയതല്ല. ഒഴിവാക്കണമെങ്കിൽ വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയാമോ? ഒരു വോട്ടർ പട്ടികയിൽ നിന്ന് ഗൗതത്തെ ഇപ്പോൾ ഒഴിവാക്കണമെങ്കിൽ ഗൗതത്തിന് നോട്ടീസ് തരണം. ഗൗതത്തിന് നേരിട്ട് വന്ന് വിശദീകരണം തരാനുള്ള അവസരം കൊടുക്കണം. അതിനുശേഷം 2 അപ്പീലുകൾ കൂടിയുള്ള സാധ്യതകളുണ്ട്. പക്ഷെ ഇത്തരത്തിൽ ഒരു അപ്പീലിന് പോലും പോകാതെ മരിച്ചു എന്ന് പറഞ്ഞും സ്ഥലത്തില്ല എന്ന് പറഞ്ഞും ട്രേസ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞുമാണ് ഏതാണ്ട് 1.64 ലക്ഷം പേരെ ഒഴിവാക്കുന്നത്. പക്ഷേ ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല. ഇതൊരു നാഷണൽ പ്രൊജക്റ്റാണ്. അതുകൊണ്ട് തൊട്ടടുത്ത് തന്നെ മണിപ്പൂരിലേക്കും അതുപോലെ രാജസ്ഥാനിലേക്കും ഒക്കെ വരികയാണ്. രാജസ്ഥാനിൽ ഇപ്പോൾ റെഡിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. വെസ്റ്റ് ബംഗാളിൽ അതിൻ്റെ വർക്ക്ഷോപ്പ് നടക്കുകയാണ്. ഇത്തരം കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആസാമിൽ നടക്കാൻ പോവുകയാണ്. എന്ന് പറഞ്ഞാൽ ഒരു മേജറായിട്ടുള്ള ഒരു ചങ്ക് ഓഫ് ആളുകളെ ഇന്ത്യക്കാരല്ലാതാക്കി മാറ്റുന്ന, അവർക്ക് വോട്ടവകാശം ഇല്ലാതാക്കി മാറ്റുന്ന ഒരു പണിയാണ്. മുസ്ലിങ്ങളെയാണോ ടാർഗറ്റ് ചെയ്യുന്നത്? അത് പറയാം. മുസ്ലിങ്ങളാണോ ഇല്ല എന്നുള്ളത് ഫൈനലി നമുക്ക് അറിയാൻ പറ്റുള്ളൂ. പക്ഷെ ചെറിയ സൂചനകൾ ഞാൻ പറയാം. ഇപ്പം ഈ ഇതിൽ ഏറ്റവും കൂടുതൽ വോട്ടർ പട്ടിക നമ്മൾ മാധ്യമങ്ങളിലൂടെ വായിച്ചെടുക്കുന്നത്, അല്ലെങ്കിൽ വിശ്വസനീയമായ കേന്ദ്രങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്, ഒരു 3-4 ജില്ലകളുടെ എക്സാമ്പിൾ ഞാൻ പറയാം. പൂർണിയ എന്ന് പറയുന്ന ഒരു ജില്ല, അവിടെ 2001 ഉണ്ടായത് 25 ലക്ഷത്തോളം ആളുകളാണ്. 25,43,000 ആളുകളാണ്. 2011 വരുമ്പോൾ അവിടെയുള്ള ആളുകളുടെ നമ്പർ എത്രയാണെന്ന് വെച്ചാൽ 32,64,000 എന്ന് പറഞ്ഞാൽ 30% ഏതാണ്ട് ഗ്രോത്ത് ഉണ്ട്. അവിടെ 38.46% വരുന്ന മുസ്ലിംസ് ഉണ്ട്. അവിടെ NDAക്കുള്ളത് 3 സീറ്റാണ്. മഹാഗഡ്ബന്ധൻ എന്ന് പറയുന്ന നിതീഷ് കുമാറിൻ്റെ പാർട്ടിക്കും JDUവിനും കോൺഗ്രസിനും ഒക്കെ കൂടിയുള്ളത് മഹാഗഡ്ബന്ധനുള്ളത്, അതായത് ഇവർക്കുള്ളത് 2 സീറ്റാണ്. മറ്റേ JDU BJPയുടെ ഒപ്പമാണല്ലോ.
ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. അസുദ്ദീൻ ഒവൈസിയുടെ മജ്ലിസ് പാർട്ടിക്ക് ഒരു സീറ്റാണുള്ളത്. ഇനി മറ്റൊരു ഇതെന്ന് പറയുന്നത് കത്തിഹാർ എന്ന് പറയുന്ന ജില്ല 23 ലക്ഷം എന്ന് പറഞ്ഞാൽ 24 ലക്ഷം എന്ന് പറയും, 23,92,000 അത് 30 ലക്ഷമാണ് ഇപ്പോഴത്തെ ജനസംഖ്യ. നേരത്തെ 10 കൊല്ലം മുമ്പ് 4 ലക്ഷമായിരുന്നു, ഇപ്പോൾ 30 ലക്ഷമാണ്. 30,71,000 അവിടെ 44.47% മുസ്ലിംസ് ഉണ്ട്. 4 സീറ്റ് എൻ ഡി എക്കാണ്, മഹാഗഡ്ബന്ധന് 3 സീറ്റാണ്. ഇനി കൃഷ്ണഗഞ്ച് എന്ന് പറയുന്ന മറ്റൊരു പ്രദേശം, അവിടെ 13 ലക്ഷമാണ്, ഏതാണ്ട് 12,96,000 വോട്ട്. ഇപ്പം അത് വർദ്ധിച്ച് 16,90,000 2011 സെൻസസിൽ. അവിടെ 67.98 മുസ്ലിം ജനസംഖ്യ. എന്ന് പറഞ്ഞാൽ മഹാഗഡ്ബന്ധന് മാത്രമേ 4 സീറ്റുള്ളൂ, ബി ജെ പിക്ക് ഒരു സീറ്റുമില്ല, എൻ ഡി എക്ക് ഒരു സീറ്റുമില്ല. അറാറിയ എന്ന് പറയുന്ന മറ്റൊരു, അങ്ങനെയാണ് പ്രൊനൗൺസിയേഷൻ എന്ന് ഞാൻ വിചാരിക്കുന്നു, മറ്റൊരു മണ്ഡലത്തിൽ 21,58,000 ആയിരുന്നു 2001. ഇപ്പോൾ 28,11,569 42.95 അവിടുത്തെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. എൻ ഡി എക്ക് 4, മഹാഗഡ്ബന്ധന് 2. ഈ എല്ലാ കോൺസ്റ്റിറ്റ്യുവൻസികളും ചേർത്ത് വെച്ചാൽ മഹാഗഡ്ബന്ധനുള്ളത്, എൻ ഡി എക്കുള്ളത് 11, മഹാഗഡ്ബന്ധൻ എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് സഖ്യത്തിനുള്ളത് 11 സീറ്റുകളാണ്. അപ്പോൾ അത്തരം മേഖലകളിലാണ് കൂടുതലായിട്ട് വോട്ട് കുറയാൻ പോകുന്നത് എന്നാണ് കേൾക്കുന്നത്. പക്ഷെ ഫൈനൽ റിസൾട്ട് വരാനിരിക്കുന്നേ ഉള്ളൂ. നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ സെൻസസിൽ ഹിന്ദുക്കൾ 82.69%, 16.87% മുസ്ലിംസും ഉള്ള പല ഏരിയകളിലാണ് നടക്കുന്നത്. ഇതിനവർ ന്യായീകരണം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇത് ബംഗ്ലാദേശിൻ്റെ നേപ്പാളിൻ്റെയൊക്കെ ബോർഡറാണ് എന്നുള്ളതാണ്. പക്ഷേ ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യമുള്ളത്, അങ്ങനെ ബോർഡറാണ്, കൃത്യമായിട്ട് ആളുകളെ ഒഴിവാക്കണമെന്നായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇതുപോലെ എന്ത് ചെയ്താൽ പോരെ, അവർക്ക് നോട്ടീസ് കൊടുത്ത് അവരെ വിളിപ്പിച്ച് ഒഴിവാക്കിയാൽ പോരെ. നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഒരു 4-4.5 കോടി ജനങ്ങൾക്ക് മാത്രമേ ഈ 2003 വോട്ടർ പട്ടികയിൽ ഉണ്ടാവുള്ളൂ. ബാക്കിയുള്ള ഏതാണ്ട് 5 കോടിയോളം വരുന്ന ആളുകളെ മുഴുവൻ വിളിച്ച് നിങ്ങൾ ക്യൂവിൽ നിർത്തുന്നത് എന്തിനാണ് എന്നാണ് ഒരു വലിയ ചോദ്യം. പക്ഷെ ആ ചോദ്യത്തിന് സുപ്രീം കോടതിയിൽ പോലും ഇതുവരെ ഉത്തരം കിട്ടിയിട്ടില്ല. നിങ്ങളിപ്പോൾ പറയുന്നു ഒക്കെ 2 കോടി അല്ലെങ്കിൽ 1.5 കോടി ആളുകളോട് ഒഴിവാക്കപ്പെടേണ്ടവരുണ്ട് എന്ന് പറയുന്നു. ഇപ്പം ഏതാണ്ട് ജനസംഖ്യ എന്ന് പറയുന്നത് അവിടെ 14 കോടിയോളം വരും. 10 കോടിയാണ് കഴിഞ്ഞോളം, പക്ഷെ 13 കോടിയിലധികം എന്തായാലും ഉണ്ടാവും. അപ്പോൾ അത്തരത്തിൽ നിങ്ങൾക്കൊരു 2 കോടി പേരെ സംശയമുണ്ടെങ്കിൽ ആ 2 കോടി പേരെ വിളിക്കുന്നതിന് പകരം പണ്ട് നോട്ടിൽ ചോദിച്ച പോലെ എല്ലാവരെയും ക്യൂവിൽ നിർത്തുന്നത് എന്താണ് എന്നാണ് ചോദ്യം. ഒന്ന്. രണ്ടാമത്തത്, ഇതിൻ്റെ അടിസ്ഥാനപരമായ ഒരു വലിയ പ്രശ്നം എന്ന് പറയുന്നത്, ഗൗതം, ഈ നേരത്തെ നമ്മളൊരു ബ്രിട്ടീഷ് മാതൃകയിലാണ് വോട്ട് ചെയ്യേണ്ട, വോട്ടിൻ്റെ ചേർക്കൽ രീതി നടന്നുകൊണ്ടിരുന്നത്. എന്ന് പറഞ്ഞാൽ ദ ഓണേഴ്സ് ഈസ് സ്റ്റേറ്റിൻ്റെ റെസ്പോൺസിബിലിറ്റി ആയിരുന്നു ഓണേഴ്സ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വോട്ടവകാശം തന്നതിൻ്റെ ഉത്തരവാദിത്വം സ്റ്റേറ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പം അതങ്ങനെയല്ല. ഇപ്പം ഏതാണ്ട് അമേരിക്കൻ മോഡലിൽ വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ് നിങ്ങൾക്ക് വോട്ട് മേടിച്ചെടുക്കേണ്ടത്. എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇങ്ങോട്ട് വരണം എന്നുള്ള നിലക്കാണ്. അപ്പോൾ അത്തരത്തിൽ അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ചേഞ്ച് തന്നെ മോദി ഭരണകൂടത്തിൽ ഉണ്ടായിരിക്കും. ഇനി ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ മുഴുവൻ നമ്മൾ എടുത്തു വെച്ച് നോക്കുമ്പോൾ, ഞാൻ പറഞ്ഞു ഇപ്പോൾ രാജസ്ഥാനിൽ നടപ്പാക്കാൻ പോവാണ്, വെസ്റ്റ് ബംഗാളിൽ നടപ്പാക്കാൻ പോവാണ്, രാജസ്ഥാനിൽ വർക്ക്ഷോപ്പ് തുടങ്ങിയിട്ടുണ്ട്, അതുപോലെ തന്നെ മറ്റേ മണിപ്പൂരിൽ അതിൻ്റെ പ്രൊജക്റ്റ് തയ്യാറായിട്ടുണ്ട്, വെസ്റ്റ് ബംഗാളിൽ നടപ്പാക്കാൻ തയ്യാറാണെന്ന് ഇലക്ഷൻ കമ്മീഷൻ തന്നെ പറഞ്ഞിരിക്കുന്നു. എന്താണ് ഇപ്പോൾ ഇൻറ്റൻസീവായി ഒരു റിവിഷൻ നടത്തേണ്ട കാര്യം? കാരണം ഇപ്പോൾ മറ്റേ ഈ പറയുന്ന വലിയ മേഖലകളിൽ ബീഹാറിലൊക്കെ തന്നെ ഫ്ലഡ് വരുന്ന സമയമാണ്. അവിടെയുള്ള ഒരു സിറ്റുവേഷൻ കേരളത്തിലിരുന്ന ആളുകൾക്ക് മനസ്സിലാവില്ല. അവിടെയുള്ള ആരുടെയും കയ്യിൽ ഉണ്ടാകാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന ഡോക്യുമെന്റ്സ് ആണ് എന്ത് ചെയ്തേക്കുന്നത്, ചോദിക്കുന്നത്. അപ്പൊ അത്തരം ഡോക്യുമെന്റ്സ് ചോദിച്ചാൽ ഇവരൊക്കെ ഒഴിവായി പൊക്കോളുമെന്ന് കൃത്യമായിട്ട് അറിയാവുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ് നടത്തുന്നത്. ആ പരിപാടിയുടെ ഉദ്ദേശം എന്താണ് ഞാൻ പറഞ്ഞുതരാം. അമേരിക്കയിൽ 1860-കളിലൊക്കെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡിസ്എൻഫ്രാഞ്ചൈസ്മെന്റ് എന്ന് പറയുന്ന ഒരു പരിപാടി നടത്തിയിരുന്നു. ആ പരിപാടി നടത്താനായിട്ട് ചില മെത്തേഡുകൾ ഉണ്ടായിരുന്നു. ഒന്ന്, വെള്ളക്കാർക്ക് അധീശത്വം പ്രാപിക്കാനും ഇവർക്ക് വോട്ട് കൊടുക്കാതിരിക്കാനും കറുത്ത വർഗ്ഗക്കാർക്ക് വോട്ട് കൊടുക്കാതിരിക്കാനുമുള്ള പരിപാടിയാണ് നടത്തിക്കൊണ്ടത്. അതിൻ്റെ മെത്തേഡ്സ് ഞാൻ ഒരു 2-3-4 മാത്രം പറയാം. വയലൻസ് ആൻഡ് ഇൻറ്റിമിഡേഷൻ എന്ന് പറഞ്ഞാൽ മൈനോറിറ്റികളോട് എന്ത് ചെയ്യുക, ഭയപ്പെടുത്തുക, അവരെ ഇൻറ്റിമിഡേറ്റ് ചെയ്യുക. ഇവിടെയും അതാണ് നമ്മൾ ഛത്തീസ്ഗഡിൽ കണ്ടത്, അതാണ് നമ്മൾ ഒഡീഷയിൽ കാണുന്നത്, അതാണ് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ കാണുന്നത്, അതാണ് പട്ടികവർഗ്ഗക്കാരോട് നമ്മൾ ഗോത്രവർഗ്ഗക്കാരോട് കാണുന്നത്. എക്സാമ്പിൾ ഒന്നും ഞാൻ പറയണ്ടല്ലോ, ഇപ്പോൾ ഛത്തീസ്ഗഡിലേക്ക് എക്സാമ്പിൾ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നു. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടൊരു പേര്, രസകരമാണ് ആ പേര് പറയാൻ, കു ക്ലക്സ് ക്ലാസ് എന്ന് പറയുന്ന ഒരു പേര്, ഒരു സംഘടനയുടെ പേരാണ് കു ക്ലക്സ് ക്ലാസ്. ഇതിൻ്റെ പേരിൽ യഥാർത്ഥത്തിൽ ഒരു സിനിമയും ഇറങ്ങിയിട്ടുണ്ട് 2019. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭയപ്പെടുത്താൻ അവർ ഉപയോഗിച്ചിരുന്നത് സംഘടനകളെയാണ്. എന്ന് പറഞ്ഞാൽ റേസിസമുള്ള, വംശീയമായി വെള്ളക്കാർക്ക് അധിനിവേശം സ്ഥാപിക്കണമെന്ന് വിചാരിക്കുന്ന സംഘടനകളാണ് ഈ പണി ഏറ്റെടുത്തിരുന്നത്. ഇവിടെയും ബജരംഗ ദളും അതുപോലെ തന്നെ ആരംഭായ് തങ്കോൾ എന്ന് പറയുന്ന
മറ്റേ മെയ്തേയ്കൾക്ക് വേണ്ടിയുള്ള ഗ്രൂപ്പും പോലെയുള്ള തീവ്രവാദ സ്വഭാവമുള്ള രാമസേനയൊക്കെ പോലെയുള്ള മുത്തലക്കിന്റെ നേതൃത്വത്തിലുള്ള രാമസേന പോലെയുള്ള ഹനുമാൻ സേന പോലെയുള്ള സംഘടനകളെ ഉണ്ടാക്കുകയും അതുവഴി ഇവരെ ഭീഷണിപ്പെടുത്തുകയും ചെയ്യുക മൈനോറിറ്റീസിനെ. അതാണ് ഇപ്പോൾ ഒരു കാര്യം ഇന്ത്യയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ. രണ്ടാമത്തേത് ന്യൂനപക്ഷങ്ങളെ മുഴുവൻ ഭയപ്പെടുത്തുക ഇന്ത്യയിൽ മുഴുവൻ. തീർച്ചയായിട്ടും അത് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിം ക്രോ ലോസ് എന്ന് പറയുന്നതാണ് അടുത്തൊരു സെഗ്മെന്റ്. ഞാനിപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് പോയി നമ്മുടെ വീഡിയോ ഒരുപാട് നീണ്ടു. അതുകൊണ്ടാണ് ആ ലോസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ആക്ഷേപഹാസ്യമൊക്കെ ഒരു കഥാപാത്രം, ഒരു ബ്ലാക്ക് കഥാപാത്രത്തിന്റെ പേരാണ് ഈ ജിം ക്രോ എന്ന് പറയുന്നത്. അതായത് അവർക്ക് വേണ്ടി മാത്രമായിട്ട് പ്രത്യേക ലോസ് ഉണ്ടാക്കുന്നു, അവർക്ക് പ്രത്യേക സ്കൂൾ ഉണ്ടാക്കുന്നു, അവർക്ക് പ്രത്യേകമായിട്ട് ബസ് ഇടുന്നു, പ്രത്യേകമായിട്ട് എല്ലാം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഗൗതം മനസ്സിലാക്കണം, സെപ്പറേറ്റ് ചെയ്യാണ് അവരെ. മുഖ്യധാരയിലേക്ക് അവർ വരരുത്. പക്ഷെ അവരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താണെന്നറിയോ? നമ്മൾ തമ്മിൽ ഈക്വലാണ്, പക്ഷെ നിങ്ങൾക്കെല്ലാം സെപ്പറേറ്റ് തരുമെന്നാണ്. അതായത് ഞാനും നിങ്ങൾ ഈക്വലാണ്, പക്ഷെ നിങ്ങൾക്കുള്ള കഞ്ഞി എന്ത് ചെയ്യും, മുറ്റത്ത് കുമ്പിൾ കുത്തി തരും എന്ന് പറഞ്ഞതുപോലെയുള്ള വാചകമാണ്. ഇതുപോലെയുള്ള നിരവധി നിയമങ്ങൾ അമേരിക്കയിൽ കൊണ്ടുവന്നു. രണ്ടാമത്തത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവിടെ ലിറ്ററസി ടെസ്റ്റുകൾ നടത്തി. യഥാർത്ഥത്തിൽ അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ പഴയ കാലത്തായതുകൊണ്ട് ലിറ്ററസി ടെസ്റ്റ്, അതായത് എഴുതാനും വായിക്കാനും അറിയെങ്കിൽ മാത്രമേ ഈ പറയുന്ന വോട്ടവകാശം തരുള്ളൂ. അതില്ലാത്തവർ ഇത് കൊടുത്തിട്ട് എന്തിനാണെന്ന് വിചാരിച്ചത്. ഇവിടെ അത് പക്ഷേ അപ്പൻ്റെ അമ്മയുടെയൊക്കെ ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം എന്നുള്ള ലെവലിലാണെന്ന് മാത്രം. BLOക്ക് തോന്നുന്ന ലെവലിലുള്ള ജനന സർട്ടിഫിക്കറ്റ് കൊണ്ടുവരണം എന്നുള്ള ലെവലിലാണ്. ഇനി അടുത്തത് പോൾ ടാക്സുകളാണ്. അതെന്തായാലും ഭാഗ്യത്തിനോട് വന്നിട്ടില്ല. വോട്ട് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണം, ടാക്സുകൾ കൊടുക്കണമെന്നുള്ളത്. പക്ഷെ മറ്റൊരു വലിയ പ്രോഗ്രാം ഇവിടെ വന്നിട്ടുണ്ട്. അതെന്താണെന്നറിയാമോ? ഗ്രാൻഡ് ഫാദർ ക്ലോസസ് ആണ്. ഗ്രാൻഡ് ഫാദർ ക്ലോസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമേരിക്കയിൽ നടപ്പിലാക്കിക്കൊണ്ടിരുന്നത് നിങ്ങളുടെ ഗ്രാൻഡ് ഫാദറിന് വോട്ടവകാശം ഉണ്ടായിരുന്നുവെങ്കിൽ, നിങ്ങൾക്ക് മറ്റു ചില കാര്യങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിൽ അതിനനുസരിച്ച് നിങ്ങൾക്കൂടെ വോട്ട് കിട്ടുന്നതാണ്. അത് തന്നെയാണ് നിങ്ങളുടെ അച്ഛൻ്റെ പേര് 2003 വോട്ടർ പട്ടികയിൽ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പറയുന്നതിൻ്റെ അടിസ്ഥാനം. മനസ്സിലായ? അത് ബേസായി വെച്ചതിന് എന്താണ് അടിസ്ഥാനം എന്ന് ചോദിച്ചാൽ ഒരു അടിസ്ഥാനവും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് 1950കൾ വരെ നിലനിന്ന വലിയ തോതിൽ മൂവ്മെന്റ് ഉണ്ടായതിനു ശേഷം മാറിയ അമേരിക്കയിലെ ബ്ലാക്കുകളെ അടിച്ചമർത്താനുള്ള ഏതാണ്ട് അതേ പദ്ധതി ഒരു സൈഡിൽ ബീഹാറിലും ഈ സ്പെഷ്യൽ ഇൻറ്റൻസീവ് സർവേ എന്നുള്ള പേരിൽ ഇന്ത്യ മുഴുവനും നടക്കാനിരിക്കുന്നു എന്നുള്ളത് നിങ്ങളറിയണം. കേരളത്തിലേക്ക് കൂടി ഇത് വരാനിരിക്കുകയാണ്. ഇതാണ് ഒരു സൈഡ് സംഭവിക്കുന്നതെങ്കിൽ ഗൗതം അറിയേണ്ടത് മറ്റൊരു സൈഡിൽ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ സുരേഷ് ഗോപിയും അതുപോലെ തൃശ്ശൂരും മഹാദേവപുരയിലുമൊക്കെ ഇല്ലാത്ത ആളുകളുടെ വോട്ട് ചേർക്കുകയും ഒരു സ്ഥലത്ത് ആളുകളെ പുറത്താക്കുക, ഒരു സ്ഥലത്ത് ഇല്ലാത്ത ആളുകളെ ചേർക്കുക, ഇല്ലാത്ത ആളുകളെ ചേർക്കുക, അതായത് അങ്ങോട്ട് അക്യൂമുലേറ്റ് ചെയ്യുക, എന്നിട്ട് അവിടെ എന്ത് ചെയ്യുക, വിജയം ഉറപ്പിക്കുക എന്ന് പറയുന്ന തന്ത്രം എന്ത് ചെയ്യുന്നു, പറ്റുന്നു. ഇതിനനുസൃതമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ്റെ പോളിംഗ് പല ഫേസുകളിലായിട്ട് വെക്കുന്നു. എന്ന് പറഞ്ഞാൽ കർണാടകത്തിൽ ഇപ്പോൾ കഴിഞ്ഞ തവണ ഇലക്ഷൻ നടന്നപ്പോൾ എന്ന് തോന്നുന്നുണ്ടെങ്കിൽ രാജസ്ഥാനിലും കർണാടകത്തിലൊക്കെ ഏതാണ്ട് ഒരേ നമ്പറാണ്. പക്ഷേ ഒരു സ്റ്റേറ്റിൽ 2 ഘട്ടമായിട്ട് വെക്കുന്നു, ഒരു സ്റ്റേറ്റിൽ ഒറ്റ ഘട്ടമായിട്ട് വെക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കണം നിങ്ങൾ. 1 India 1 ഇലക്ഷൻ നടത്തണമെന്ന് പറയുന്ന ആളുകളാണ് കഴിഞ്ഞ തവണ മഹാരാഷ്ട്ര ഇലക്ഷൻ മാറ്റിവെച്ചത്. എന്തെന്ന് ആവശ്യത്തിന് സേഫ്റ്റിയും സെക്യൂരിറ്റിയും കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല എന്ന് പറഞ്ഞവർ മാറ്റി വെച്ചത്. എന്ന് പറഞ്ഞാൽ ഇലക്ഷൻ കമ്മീഷൻ കൂടി ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു, മാറുന്നു. ഇനി ഇലക്ഷൻ കമ്മീഷൻ പ്രത്യേകത കൂടിയുണ്ട്. നേരത്തെ എൻ്റെ ഓർമ്മയിൽ പറഞ്ഞാൽ ചീഫ് ജസ്റ്റിസിനൊക്കെ പദവി കൊടുത്തിരുന്ന ഒരു ഇലക്ഷൻ കമ്മീഷനിൽ നിന്നും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ എടുത്ത് മാറ്റുന്നു. സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസിനെ എടുത്ത് മാറ്റിക്കൊണ്ട് പകരം അങ്ങോട്ട് ഞാനും ഈ പറയുന്ന പോലെ എൻ്റെ മന്ത്രിസഭയിൽ ഒരു മന്ത്രിയും, അതായത് ഇപ്പോൾ നരേന്ദ്രമോദിയും അമിത്ഷായും പിന്നെ ഈ പ്രതിപക്ഷ നേതാവും എന്നുള്ള ലെവലിലേക്ക് വരുന്നു. നേരത്തെ അങ്ങനെ ആയിരുന്നില്ല. പ്രതിപക്ഷ നേതാവും ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ ഈ പറയുന്ന പ്രധാനമന്ത്രിയും ഇപ്പോൾ ആർക്കും ഭൂരിപക്ഷമില്ല. എല്ലാവർക്കും ബോധിക്കുന്ന, പ്രതിപക്ഷത്തിനും കൂടി ബോധിക്കുന്ന ഒരാളായിരിക്കും ഇവിടെ ചീഫ് ഇലക്ഷൻ കമ്മീഷനായിട്ടിരിക്കുക. പക്ഷെ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ ഒരു ഡിപ്പാർട്ട്മെൻറ്റായി മാറ്റിയിരിക്കുന്നു. എൻ്റെ അറിവ് ശരിയാണെങ്കിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതാണ്ട് ഒരു ഗവൺമെൻറ് സെക്രട്ടറിയുടെ പദവിയിലേക്ക് ഇദ്ദേഹത്തെ തരം താഴ്ത്തുകയും ചെയ്തിരിക്കും. അല്ല, ഇതിന് വലിയൊരു ആളുകൾക്കിടയിൽ ഈ ഒരു ഡ്രൈവിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പുറന്തള്ളപ്പെടലിന് കയ്യടികളും അംഗീകാരവും ലഭിക്കുകയാണ്. അത് എന്തിൻ്റെ പുറത്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേശീയ സുരക്ഷ രാജ്യസുരക്ഷയുടെ അടിസ്ഥാനത്തിൽ ഇത്തരത്തിൽ BJP പുറത്താക്കുകയാണെന്നാണ് കുറേ ആളുകൾ വിശ്വസിക്കുന്നത്. അത് അങ്ങനെയാണോ? അങ്ങനെയാണെങ്കിൽ തന്നെ ഇത്രയും പേരുണ്ടാവും അതിൽ. ദേശീയ സുരക്ഷയുടെ കാര്യത്തിലാണ് നിങ്ങൾ ഇത് നടപ്പാക്കുന്നത് എന്ന് വിശ്വസിക്കുന്ന ആളുകൾ ബീഹാറിൽ ഒരിക്കലും പോകാത്തവരാണ് ഗൗതം. നിങ്ങൾ ബീഹാറിൻ്റെ ഗ്രാമങ്ങളിലൂടെ ഒരിക്കലെങ്കിലും ഒന്ന് സഞ്ചരിച്ചാൽ അവിടെയുള്ള 1 കോടി ആളുകൾ, ഇപ്പം ഞാൻ ഈ പറഞ്ഞ ജില്ലകളൊക്കെ തന്നെ ഗൗതത്തിന് കഴിഞ്ഞ ദിവസം ഈ പറയുന്ന പോലെ യോഗേന്ദ്ര യാദവ് ഒരു ഓപ്പൺ ചലഞ്ച് നടത്തുന്നുണ്ട്.
നിങ്ങളൊരു ഗ്രാമത്തിൽ, ബീഹാറിലെ ഏതെങ്കിലും ഒരു ഗ്രാമത്തിൽ പോയിട്ട് അവിടെ നിന്ന് ഇത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകൾ നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയില്ല. കാരണം കേരളത്തിന്റെ സാഹചര്യവും അവിടെയുമായിട്ട് വലിയ അജഗജാന്തരമുള്ള വ്യത്യാസമുണ്ട്. അവിടെയുള്ള ആളുകൾ 7 രൂപക്കും 12 രൂപക്കും 15 രൂപക്കും പോലും ജോലിക്ക് പോകുന്ന ആളുകളാണ്. നേരത്തെ ചൗദാലയൊക്കെ ഭരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഹരിയാനയിലൊക്കെ പോലും തോക്കിൻ കുഴലിലൂടെ എന്ത് ചെയ്യുന്നവരാണ്. അവർ വോട്ടിന് വേണ്ടി വന്ന് വരിയായി നിന്ന് വോട്ട് ചെയ്തിട്ട് പോകുന്ന ആളുകളായിരുന്നു. അതായത് ഏക്കർ കണക്കിന് മറ്റേ ജന്മികളുള്ള നാട്. വലിയ തോതിൽ ഇപ്പൊ ഉത്തർപ്രദേശിൽ പോലും നമ്മൾ എന്താണ് കാണുന്നത്, എത്രയോ വലിയ ഗുണ്ടകൾ ഉണ്ടായിരുന്നു, 150-200 പേരുടെയൊക്കെ. അത്തരത്തിൽ ഒരിക്കലും ചിന്തിക്കാത്ത രീതിയിലുള്ള ഒരു നാടാണ് ബീഹാർ എന്ന് പറയുന്നത്. കഴിഞ്ഞവണ നിതീഷ് കുമാർ വന്നപ്പോൾ ഉണ്ടാക്കിയ പരിഷ്കാരം കേട്ടാൽ നിങ്ങൾ ഞെട്ടോടെ. കാരണം പോലീസ് സ്റ്റേഷനിൽ പോയി കംപ്ലൈന്റ് കൊടുക്കാം എന്നുള്ളതാണ് പരിഷ്കാരം ഉണ്ടാക്കിയത്. എന്ന് പറഞ്ഞാൽ കംപ്ലൈന്റ് കൊടുത്താൽ ഇടി കിട്ടൂലെന്ന് മാത്രം. അതുപോലും ജനങ്ങൾക്ക് വലിയ സന്തോഷമായി തോന്നിയിരുന്നു. അത്തരത്തിലുള്ള ഒരു നാടാണ് അവിടെ. അവിടെ നിങ്ങളൊരു കാര്യം പറയുന്നതിന് ഒരു ലോജിക്ക് വേണ്ടേക്ക് വിധം. അതായത് ബീഹാറിലെ 13 കോടി വരുന്ന ജനസംഖ്യയിൽ 1,60,00,000 പേർ ഇവിടെ നല്ലെന്നാണ് പറയുന്നതെങ്കിൽ വൈ ഡോണ്ട് യു കോൾ ദം അപ്പ്? നിങ്ങൾ അവരെ വിളിക്കൂ, സ്ക്രൂട്ടനൈസ് ചെയ്യൂ. അതിന് ഞങ്ങൾ ആരും എതിരല്ല. പക്ഷെ അതിന് നിങ്ങൾ എന്തിനാണ് ഒരു വോട്ടർ പട്ടിക അങ്ങനെ ചവറ്റുകൊട്ടയിലേക്ക് ഇട്ടിട്ട് എല്ലാവരോടും ക്യൂ ആയിട്ട് വരാൻ പറയുന്നത്? എത്രയോ ഹെർക്കൂലിയൻ ടാസ്ക് ആണ്. എന്തിനാണ് അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്നത്? നമ്മളെ 100 കോടി ജനസംഖ്യയിൽ ഇപ്പൊ നമ്മുടെ 143 കോടി ജനങ്ങളിൽ 100 കോടി വോട്ടേഴ്സ് ഉണ്ട്. ഇപ്പോൾ ആ വോട്ടേഴ്സിൽ ഏതാണ്ട് ഇന്ത്യ മുഴുവൻ നടപ്പാക്കുമ്പോൾ 9 കോടിയോളം വരുന്ന ആളുകൾ പുറത്താകും. അതായത് അനധികൃതമായിട്ട് രേഖകളുമായിട്ട് താമസിക്കുന്നവരില്ല. ഇതിന്റെ ഏറ്റവും വലിയ തമാശ അതല്ല. അതായത് ബംഗ്ലാദേശ് എന്നും എന്താണ് പാകിസ്ഥാൻ എന്നൊക്കെ ഞാൻ നേരത്തെ ഗൗതം പറഞ്ഞത് ഇതിന്റെ പിന്നിൽ അത്തരത്തിലുള്ള കൃത്യമായിട്ടുള്ള ഒരു ഉദ്ദേശമാണെങ്കിൽ ഞാൻ ചോദിക്കുന്നു. അല്ല ആയിക്കോട്ടെ, അല്ല ഞാൻ പറഞ്ഞത് ഒരു വാദത്തിന് വേണ്ടി. ഇപ്പൊ ഗൗതം മറ്റൊരു സൈഡിൽ ചോദിക്കുകയാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് മഹാദേവപുരയിൽ ഇവർ അനങ്ങാത്തത്? എന്തുകൊണ്ട് നിങ്ങളൊരു കാര്യം മനസ്സിലാണ്. ഇപ്പൊ സുരേഷ് ഗോപിയുടെ ഡ്രൈവർ പോലും, അതായത് ഇപ്പൊ ഈ മഹാദേവപുരയില് രാഹുൽ ഗാന്ധിയെ പൊട്ടനെന്നും ഒക്കെ പപ്പു എന്നൊക്കെ വിളിച്ചിട്ട് കളിയാക്കുന്ന ഒരുപാട് പൊട്ടന്മാരുണ്ട്. അവര് ഇതിൽ അന്വേഷിക്കണം, ഇത് തെറ്റാണ്, ഇത് രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് യാതൊരു ഇതുമില്ല. പകരം രാഹുൽ ഗാന്ധിയെ കളിയാക്കാനാണ് നിൽക്കുന്നത്. രാഹുൽ ഗാന്ധിയെ കളിയാക്കല്ലാതെ വസ്തുതാപരമായി രാഹുൽ ഗാന്ധി പറഞ്ഞ ഇന്നിന്ന ആളുകളുടെ കാര്യത്തിൽ തെറ്റാണ്, 80 പേര് ഇവിടെ താമസിക്കുന്നില്ല മഹാദേവപുരയിൽ എന്ന് പറയാൻ പാടില്ലേ? ഗൗതം പറയുന്നത് ഇനി അതൊന്നും വേണ്ട. കേരളത്തിൽ ഇപ്പോൾ തൃശ്ശൂര് ഈ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതെന്ന് പറഞ്ഞാൽ 45 വോട്ടുകൾ ഒരു 4 ഫ്ലാറ്റുകളിലായിട്ട് 45 വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. പൂങ്കുന്നത്തെ 4 ഫ്ലാറ്റുകൾ ഏതൊക്കെയാണെന്ന് ഞാൻ പറയാം. ഒന്ന് ക്യാപിറ്റൽ വില്ലേജ്, ഒന്ന് ഈ പറയുന്ന പോലെ ടോപ്പ് പാലസ്, ഒന്ന് ശ്രീശങ്കരി ചൈത്രം. ഇവിടെ 45 വോട്ടുകൾ ചേർന്നിട്ടുണ്ട്. ഈ 45 വോട്ടുകൾ ചേർത്തതിന്റെ സ്ഥിതി എന്താണെന്ന് തീർന്നില്ലെന്നേ. ആരന്വേഷിക്കും? അതവിടെ നിൽക്കട്ടെ, ഞാൻ പറഞ്ഞു തീർന്നില്ല. അതിൽ 29 പേർക്ക് വേറെ എങ്ങും ഇപ്പൊ വോട്ടില്ല. പറഞ്ഞു തീർന്നില്ല. താങ്കൾക്ക് കാര്യം മനസ്സിലായില്ല, അതുകൊണ്ടാണ്. 29 പേർക്ക് വേറെ എങ്ങും വോട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താന്ന് മനസ്സിലായ? അവര് ഫോട്ടോ മാത്രമേ ഒറിജിനലായിട്ട് കൊടുത്തിട്ടുള്ളൂ. പേര് വേറെയാണ്, അഡ്രസ് വേറെയാണ്, അവരുടെ എല്ലാം തന്നെ ഫേക്കാണ്. അല്ലാതെ അവർക്ക് ലോകത്തെവിടെ വോട്ടില്ലാതിരിക്കുമോ? ഇത് അന്വേഷിക്കാൻ എന്താ തയ്യാറാവാത്തത്? അപ്പൊ ഇതിങ്ങനെ അന്വേഷിക്കാൻ തയ്യാറാവുന്നില്ല ഇലക്ഷൻ കമ്മീഷൻ. ആരാണ് അപ്പോഴാണ് കെ സുരേന്ദ്രൻ ഒരു വാദമായിട്ട് ഇതിനിടയിൽ വന്നത്. അതിനും പ്രസക്തി ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം 60,000 ആളുകൾ കള്ള വോട്ട് നടത്തി എന്നാണ് നിങ്ങൾ പറയുന്നത്. നിങ്ങൾക്കൊക്കെ പോയി തൂങ്ങി ചത്തൂടെ? CPM-നോടും UDF-നോടാണ് ഇവർ എന്ത് നോക്കിയിരിക്കുകയായിരുന്നു? സുരേന്ദ്രൻ അത് പറഞ്ഞതിന്റെ അർത്ഥം അതല്ല. സുരേന്ദ്രൻ അത് പറഞ്ഞതിന്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ കൂടി അഗ്രസീവായിട്ട് സമരം ചെയ്യൂ, സുരേഷ് ഗോപി രാജിവെക്കട്ടെ എന്നാണ്. കാരണം സുരേഷ് ഗോപിയും മറ്റേ സുരേന്ദ്രനുമായിട്ടുള്ള ബന്ധം എന്താണെന്നുള്ളത് ഈ നാട്ടിലെ എല്ലാവർക്കും തന്നെ അറിയാം. കാരണം ഒരു തവണ സുരേഷ് ഗോപി എന്താണ് സുരേന്ദ്രനെ പറയാൻ വേണ്ടി വന്നിട്ട് വിഴുങ്ങിക്കളഞ്ഞു നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് സുരേന്ദ്രൻ പറഞ്ഞത് ശരിയാണ്. എന്തൊരു പണിയാണ് നിങ്ങൾ ഈ കാണിക്കണം, നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സമരം ചെയ്യുന്നതാണ്. ശരിയാണ്. പിന്നെ സുരേന്ദ്രൻ പറഞ്ഞത് ശരിയല്ല. ഞാനൊരു ചെറിയ കണക്ക് പറയാം. 2019 അവിടെ നിന്ന് സുരേഷ് ഗോപി നേടിയത് 2,93,822 വോട്ടാണ്. ഓക്കെ. 2024 സുരേഷ് ഗോപി നേടുന്നത് 4,12,000 സംതിങ് വോട്ടാണ്. എന്ന് പറഞ്ഞാൽ സുരേഷ് ഗോപിക്ക് കൂടിയത് 1,18,516 വോട്ടാണ്. ഞാനവിടെ പൊളിറ്റിക്കൽ സ്ട്രാറ്റജിസ്റ്റായി ഞാനവിടെ ഒരു 8 മാസത്തോളം വർക്ക് ചെയ്താണ് തൃശ്ശൂർ ഇലക്ഷൻ വരുന്നതിന് മുമ്പ്. അതുകൊണ്ട് കണക്കുകൾ കൃത്യമായിട്ട് എനിക്കറിയാം. ഞാൻ പറഞ്ഞതാണ് ഇത്തരത്തിൽ 1,20,000 വോട്ട് പിടിച്ചാൽ മാത്രമേ ജയം ഉറപ്പിക്കാൻ പറ്റുമെന്ന്. സുരേഷ് ഗോപി കൂടുതലായി പിടിച്ച 1,18,516 വോട്ടാണ്. എന്ന് പറഞ്ഞാൽ ആധികാരികമായിട്ടുള്ള ജയമാണ്. പക്ഷേ കരട് വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചതിന് ശേഷം പെട്ടെന്ന് അവിടെ വോട്ട് ചേർത്ത് എത്രയാണെന്നറിയോ? ഫൈനൽ വോട്ടർ പട്ടികയ്ക്ക് മുമ്പ് 1,19,508 ഒരു മണ്ഡലത്തിൽ സംഭവിച്ചിട്ടില്ലാത്തവരെ 1,19,508 ഈ 1,19,508 സംഭവിച്ച ആളുകളുടെ പരാതിയുമായി സുനിൽകുമാർ നേരത്തെ തന്നെ ഇലക്ഷൻ കമ്മീഷൻ ചെന്നിരുന്നു.
അന്നേരം അവിടെ കൃഷ്ണ തേജ് എന്ന് പറഞ്ഞോ എന്തോ ഒരു അങ്ങനെ തേജ് എന്ന് വിളിക്കുന്ന ഒരു കളക്ടറാണ് ഇരുന്നത്. അദ്ദേഹം ഇപ്പോൾ കേന്ദ്ര ഡെപ്യൂട്ടേഷനിലേക്ക് പോയി. അദ്ദേഹം പറഞ്ഞത് ഫൈനൽ വോട്ടേഴ്സ് പട്ടികയിൽ പേര് വന്നാൽ പിന്നെ അവരെ വോട്ട് ചെയ്യാതിരിപ്പിക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഇന്നലെ പല മാധ്യമങ്ങളിലുമൊക്കെ ചർച്ച നടത്തുമ്പോൾ ഏതാണ്ട് BJP സമ്മതിച്ചു കഴിഞ്ഞു, ഞങ്ങൾ ചെയ്തു, പക്ഷെ ബാക്കിയുള്ള ആളുകളും ചെയ്യാറുണ്ട്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല, വേറെ കാര്യം പറയാനുള്ളതുകൊണ്ട്. പിന്നെ ഇതിൽ മറ്റു ചില കാര്യങ്ങൾ താങ്കളോട് പറയാം. താങ്കൾ പറഞ്ഞില്ലേ ഫേക്കായിട്ട് ആളുകൾ ഉണ്ടാകും, മറ്റേ ബംഗ്ലാദേശും അതുപോലെ തന്നെ നേപ്പാളിലേക്ക് അടുത്ത് കിടക്കുന്ന ബോർഡറാണ് ജില്ലകൾ. അല്ല ആയിക്കോട്ടെ, ഞാൻ എൻ്റെ മറുപടിയെ പറഞ്ഞത്, ഞാൻ റെഡിയാണെന്നല്ലോ പറയാൻ. മാൻ ഹാക്സ് ഇലക്ഷൻ കമ്മീഷൻ NDTVയുടെ വെബ്സൈറ്റാണ്. മാൻ ഹാക്സ് ഇലക്ഷൻ കമ്മീഷൻ വെബ്സൈറ്റ് ടു ക്രിയേറ്റ് ഹൺഡ്രഡ്സ് ഓഫ് ഫേക്ക് വോട്ടർ IDs. UP കോപ്സ്, UPയുടെ പോലീസുകാരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഇനി 2 held in UP for making fake voter ID. ഓക്കെ, ഇലക്ഷൻ കമ്മീഷന്റെ വെബ്സൈറ്റ് ആര് എന്ത് ചെയ്യുന്നു, ഹാക്ക് ചെയ്യുന്നു. നമ്മൾ ഇലക്ഷൻ കമ്മീഷൻ നടപടി എടുത്തു നമ്മൾ അറിഞ്ഞിട്ടില്ല. കോപ്സ് അക്യൂസ്ഡ് ഇൻ ഫേക്ക് വോട്ടർ ID സ്കാം. ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഡീറ്റെയിൽസ് ആണ്. ഇത്തരത്തിൽ ഏതാണ്ട് ഹൈദരാബാദ് കോപ്പ് ഗെറ്റ്സ് ഫേക്ക് വോട്ടർ ID in 1 hour for ₹1,500. പോലീസുകാരൻ ചെന്ന് 1,500 കൊടുത്തപ്പോഴത്തേക്ക് ഫേക്ക് വോട്ടർ ID കിട്ടി. ഇത് ആരാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാൻ 29 പേർക്ക് ഇവിടെ എന്തില്ലെന്ന് പറഞ്ഞത്, വോട്ടില്ലെന്ന് പറഞ്ഞത്. ഇത് തന്നെയാണ് മഹാദേവപുരയിൽ ഒരാൾക്ക് 4 സംസ്ഥാനത്ത് വോട്ടുള്ളതിൻ്റെ കാര്യം ഉണ്ടായത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഇത് ബീഹാറിലുള്ള പാവങ്ങളാണ് എന്നുള്ളത് ഇവർ പരത്തുന്ന ഒരു നരേറ്റീവ് മാത്രമാണ്. മനസ്സിലായി? വിരോധവും വെറുപ്പും ആളുകളുടെ മനസ്സിലേക്ക് ഉൽപ്പാദിപ്പിക്കുന്ന നരേറ്റീവ് കയറ്റിയതിനു ശേഷം ഇതൊക്കെ ചെയ്യാൻ എളുപ്പമാണ്. ഇത് തന്നെയാണ് മറ്റേ ഈ പറയുന്ന നേരത്തെ പറഞ്ഞ ക്ലക്സ് എന്ന് പറയുന്ന ആ പാർട്ടിയെ കൊണ്ടും എന്ത് ചെയ്തു അമേരിക്കയിൽ ഇതൊക്കെ ഇലക്ഷൻ കമ്മീഷന്റെ മൊത്തത്തിൽ അടവാണെന്ന്. അല്ലെ, അത് അടവാണെന്നുള്ളത് കാര്യം തെളിവായല്ലോ. കാരണം ഇന്നലെ ഈ പറയുന്ന BJPയുടെ ഇലക്ഷൻ കമ്മീഷൻ അടവല്ല ഇത്. ഇലക്ഷൻ കമ്മീഷൻ നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയുടെ അടവാണത്. അല്ലാതെ ഇലക്ഷൻ കമ്മീഷൻ ഒന്നും ചെയ്യാൻ പറ്റൂല. അവർ ജോലിക്കാരാണ്, കുറച്ച് കഴിയുമ്പോൾ റിട്ടയർ ചെയ്ത് വീട്ടിൽ പോകേണ്ടവരാണ്. പിന്നെ ഇതിന്റെ അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ചോദിക്കാത്തോണ്ടൊരു കാര്യം കൂടി പറയാം. ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്താൻ വേണ്ടിയിട്ട് യഥാർത്ഥത്തിൽ നിയമം പോലും പരിഷ്കരിക്കപ്പെട്ടു. എന്താണത്? അതിൽ ഒന്നാമത്തെ നിയമം ഞാൻ കൃത്യമായിട്ട് പറഞ്ഞു. അതെന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന നമ്മുടെ ഇലക്ഷൻ കമ്മീഷന്റെ ഘടന തന്നെ മാറ്റി. കാരണം അത് ഗവൺമെന്റ് ഒരു നിയമം പാസ്സാക്കിയിട്ടാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയെ ഒഴിവാക്കിയത്. മനസ്സിലായോ? അത് കൃത്യമായിട്ട് ഇലക്ഷൻ കമ്മീഷൻ കൈപ്പിടിയിലേക്ക് ഒതുക്കാനായിരുന്നു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട നിയമമുണ്ട്. 1961 ഇലക്ഷൻ ഈ പറയുന്ന പോലെ റൂൾസ് ഉണ്ട്. അതായത് ചട്ടങ്ങൾ ഭേദഗതി ചെയ്യണമെങ്കിൽ പാർലമെന്റിൽ പോയി നിയമം പാസ്സാക്കണ്ട, ചട്ടങ്ങൾ ഭേദഗതി. ആ ചട്ടം എന്താണെന്ന് പറയാം. ചട്ടം എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെഗറ്റീവ് ലിസ്റ്റുണ്ട്. അതായത് ഇലക്ഷൻ്റെ ഡീറ്റെയിൽസ് പുറത്തേക്ക് കൊടുക്കേണ്ടാത്ത ലിസ്റ്റുണ്ട്. ഞാനത് എല്ലാം വായിക്കുന്നില്ല, ചിലത് മാത്രം വായിക്കും. ഇപ്പോൾ ഇലക്ഷൻ വോട്ടിംഗ് മെഷീൻ, യൂസ്ഡും അൺയൂസ്ഡ് ആയിട്ടുള്ള, അതായത് ഉപയോഗിക്കാത്തതുമായിട്ടുള്ള ബാലറ്റ് പേപ്പറുകൾ, അതുപോലെ മാർക്കഡ് കോപ്പി, ഇതുപോലെ 17A രജിസ്റ്റർ ഓഫ് വോട്ടേഴ്സ്, ഇത്തരം കാര്യങ്ങളൊന്നും പുറത്തേക്ക് കൊടുക്കണ്ട. ബാക്കി ഇതല്ലാത്ത എല്ലാം പുറത്ത് ജനങ്ങളുടെ ഇൻസ്പെക്ഷൻ വേണ്ടി കൊടുക്കാമെന്നായിരുന്നു ഈ റൂളിൽ എഴുതി വെച്ചിരുന്നത്. എന്ന് പറഞ്ഞാൽ എക്സാക്ട്ലി ഇംഗ്ലീഷ് വാചകം, ഓൾ അതർ പർപ്പസ് റിലേറ്റഡ് ടു ഇലക്ഷൻ ഷാൽ ബി ഗിവൺ ഫോർ ഇൻസ്പെക്ഷൻ ടു ദ പബ്ലിക് എന്നാണ്. എന്ന് പറഞ്ഞാൽ ഇതിൽ പെടാത്ത എല്ലാ ഡീറ്റെയിൽസും ജനങ്ങൾക്ക് ഇലക്ഷന് വേണ്ടി കൊടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, അതിലൊരു ചെറിയ വ്യത്യാസം വരുത്തി ഗവൺമെന്റ്. ആ ചെറിയ വ്യത്യാസം എന്താണെന്ന് പറഞ്ഞുതരാം. ഓൾ അതർ പർപ്പസ് സ്പെസിഫൈഡ് ഇൻ ദിസ് ഈ പറയുന്ന പോലെ സ്പെസിഫൈഡ് ആൻഡ് ദിസ് റൂൾ എന്നാക്കി. എന്ന് പറഞ്ഞാൽ ഈ ചട്ടത്തിൽ പറഞ്ഞിരിക്കുന്ന ഓൾ അതർ പർപ്പസ്, മറ്റെല്ലാ പേപ്പറുകളും ജനങ്ങളുടെ ഇൻസ്പെക്ഷൻ വേണ്ടി കൊടുക്കാതെ. അപ്പോൾ പ്രശ്നം എന്താണെന്ന് അറിയാമോ? ചട്ടത്തിൽ CCTV പറഞ്ഞിട്ടില്ല, ചട്ടത്തിൽ വീഡിയോഗ്രാഫി ചെയ്യുന്നതൊന്നും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അതൊന്നും പുറത്തേക്ക് വരില്ല, കൊടുക്കണ്ട. വളരെ മനസ്സിലായ ചെറിയൊരു കാര്യം. ഈ നമ്മുടെ ഇവിടെ മറ്റേ ടോൾ ബൂത്ത് ഉണ്ടാക്കിയപ്പോഴും, ഈ ഫോട്ടോ കൊച്ചിയിൽ ടോൾ ബൂത്ത് ഉണ്ടാക്കിയപ്പോഴും ഇതുപോലെ ചെറിയൊരു പണി കാണിച്ചു. എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിൾ എൻട്രിക്കുള്ള പാസ് എന്നുള്ളതിന് പകരം ഡ്യുവൽ എൻട്രി നിട്ടു. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാത്രമേ ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ബസ്സുകാരൊക്കെ പെട്ടു. മനസ്സിലായ? ഇതേപോലൊരു തന്ത്രം കാണിച്ചു. അതായത് ക്രൈം ചെയ്യാൻ വേണ്ടിയിട്ട് കൃത്യമായിട്ട് ലോയെ തന്നെ മാറ്റിമറിച്ചു. ഇതാണ് ഞാൻ പറഞ്ഞത്, ഗവൺമെന്റിന്റെ ആസൂത്രണ പദ്ധതിയാണ്. ഒന്നും മറച്ചു വെക്കാനില്ല. അവർ വളരെ മോശപ്പെട്ട ആളുകളാണ്. അവർ ബംഗ്ലാദേശിൽ നിന്ന് വന്നവരാണെങ്കിൽ എന്തിനാണ് ഗൗതമി നിയമം മാറ്റുന്നത്? ആ നിയമം മാറ്റിയത് കൊണ്ടാണ് ഇപ്പൊ 45 ദിവസം കഴിയുമ്പോൾ CCTV എല്ലാം ഞങ്ങൾ നശിപ്പിച്ചു എന്ന് ഇലക്ഷൻ കമ്മീഷൻ പറയാൻ പറ്റുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് കൂടി അറിയുന്നത് ഗൗതം,
ഒന്ന് ഇലക്ഷൻ കമ്മീഷൻ, അതായത് 20-25 കൊല്ലം മുമ്പ് ഇന്ത്യയിൽ ഏറ്റവും വിശ്വാസ്യതയുള്ളൊരു സംഭവം എന്ന് പറയുന്നത് ഇലക്ഷൻ കമ്മീഷൻ ആയിരുന്നു. TH ശേഷനൊക്കെ കാലത്ത് അദ്ദേഹം അതിഗംഭീരമായി വലിയ പരിഷ്കാരങ്ങൾ നടപ്പാക്കിയതാണ്. ആ ഇലക്ഷൻ കമ്മീഷൻ വിശ്വാസ്യത തന്നെ ഇപ്പോൾ നഷ്ടപ്പെട്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ BJP പോലും പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിലും കള്ളവോട്ട് നടന്നിട്ടുണ്ട്, വയനാട് കള്ളവോട്ട് നടന്നിട്ടുണ്ട്, സോണിയാഗാന്ധിയുടെ മണ്ഡലത്തിൽ നടന്നിട്ടുണ്ട്. സോണിയാഗാന്ധി 45 കൊല്ലം മുമ്പ് പൗരത്വം കിട്ടിയത് കള്ളത്തരത്തിലാണ്. നടപടിയെടുക്കുന്നേ നിങ്ങളാണ് ഭരിക്കുന്നത്, നടപടിയെടുക്കുക. പിന്നെ ഏറ്റവും വലിയ തമാശ എന്താ വെച്ചാൽ അഖിലേഷ് യാദവിന്റെ മണ്ഡലത്തിൽ പോലും പറഞ്ഞിട്ടുണ്ട് നടപടിയെടുക്കൂ സുഹൃത്തെ. എന്തിനാണ് ഭരിക്കുന്ന പിണറായി ഇരുന്നിട്ട് പറയാണ് നാളെ ഗൗതം നിങ്ങൾ ഈ പറയുന്ന പോലെ ഒരു ക്രിമിനലാണ് എന്ന് പറഞ്ഞാൽ അത് പറയാൻ പിണറായിക്ക് അവകാശമില്ല. കാരണം എന്താണ്, പിണറായി നടപടി എടുക്കേണ്ട ഒരാളാണ്. അപ്പോൾ അത് എടുക്കാതെ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയുടെ ഏറ്റവും വലിയ ഗതികേട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു നീതിപീഠം ഉണ്ടായിരുന്നു. ആ നീതിപീഠം യഥാർത്ഥത്തിൽ ഇപ്പോൾ 1975 ഇന്ദിരാഗാന്ധിയുടെ വിധി റദ്ദാക്കുമ്പോൾ പോലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യശ്പാൽ കപൂർ എന്ന് പറഞ്ഞ ഓർക്കുണ്ടാവും, ജിൻഡോയും ഞാനും പിയേഴ്സ് മാഷോ കൂടി ചർച്ചയിൽ പറഞ്ഞതാണ്. യശ്പാൽ കപൂർ എന്ന് പറയുന്ന ഒരാൾ ആ ദിവസം, അതായത് ഈ നോമിനേഷൻ കൊടുക്കുമ്പോൾ ദിവസം പോലും അദ്ദേഹം ഗവൺമെന്റ് സർവന്റ് ആയിരുന്നു. അതിനുശേഷമാണ് രാജിക്കത്ത് കൊടുത്തത്. ആ രാജിക്കത്ത് തിരുത്തിയതാണ് എന്നൊക്കെ പറഞ്ഞുള്ള ആരോപണങ്ങളുടെ പേരിലാണ് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ഇവരുടെ ഇലക്ഷൻ റദ്ദാക്കിയത്. ഇതിന് ശേഷം ഈ പശുവും കിടാവും പോലും എന്ത് ചെയ്തിരുന്നു, അത് മതപരമായ ചിഹ്നമാണെന്ന് പറഞ്ഞ് കോടതിയിൽ ചോദ്യം ചെയ്തിരുന്നു. ഞാൻ പറഞ്ഞത് അന്നൊക്കെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു നീതിപീഠങ്ങൾ പോലും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ പലപ്പോഴും ഇത്തരം ഇലക്ഷൻ കേസുകളുമായിട്ടൊക്കെ ചെല്ലുമ്പോൾ രാഹുൽ ഗാന്ധിയെ കറക്റ്റ് 6 കൊല്ലത്തേക്ക് അയോഗ്യനാക്കാൻ വേണ്ടി 2 കൊല്ലത്തേക്ക് കൃത്യമായി ശിക്ഷിച്ച ആളുകൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇവിടെ ഈ തൃശ്ശൂരടക്കം മഹാദേവപുരയിലടക്കം ഉള്ള നിരവധി കേസുകളിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. എന്താണെന്നറിയോ, നിങ്ങളൊരു ഫേക്കായിട്ട് അതായത് ഞാൻ ഇവിടുത്തെ ഒരു ഉത്തമ പൗരനാണ്, ഒരു നേറ്റീവാണ് എന്നെനിക്ക് ബോധ്യമുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് വോട്ട് ചേർക്കാൻ പാടുള്ളൂ. ഞാനിവിടെ വരും, ഒന്ന് സ്ഥിരതാമസമാക്കും എന്നെനിക്ക് തോന്നിയാൽ മാത്രമേ എനിക്ക് വോട്ട് ചേർക്കാൻ പാടുള്ളൂ. അതിലൊരു ഫോം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ആ ഫോമിൽ ഒരു ഡിക്ലറേഷൻ ഉണ്ട്, ഇതിൽ ഞാൻ പറയുന്ന എല്ലാ കാര്യങ്ങളും ശരിയാണെന്നും എനിക്ക് മറ്റെവിടെയും വോട്ടില്ല എന്നും പറയുന്നുണ്ട്. അങ്ങനെ പറയുന്നത് തെറ്റാണെങ്കിൽ നിങ്ങളെ 3 മാസം മുതൽ 2 കൊല്ലം വരെ ശിക്ഷിക്കാവുന്ന നിയമമുണ്ട്. പക്ഷെ ആ നിയമത്തിന്റെ പേരിൽ നടപടിയെടുക്കാനോ അതിന്റെ പേരിൽ തീർച്ചയായിട്ടും ഒരു ഇലക്ഷൻ കമ്മീഷൻ തയ്യാറാവുന്നില്ല. നീതിപീഠങ്ങൾ പോലും എന്ത് ചെയ്യണം, പകച്ചേക്കാണ്. ഒരു വാചകം, ഇന്ത്യയിലെ എല്ലാ ഭരണകൂട സ്ഥാപനങ്ങളെയും കയ്യേറുന്ന ലെവലിലേക്ക് ഒരു രാഷ്ട്രീയ അധികാരം എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് പറയുന്ന ഭയാനകമായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് രാജ്യം അഭിമുഖീകരിക്കുന്നത്. അല്ലാതെ ഇത് വളരെ നിസ്സാരമായിട്ട് ഒരു തെരഞ്ഞെടുപ്പിന്റെ കാര്യം, ഒരു തെരഞ്ഞെടുപ്പിൽ തോക്കുന്നതല്ല. ഇനി തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവില്ല, ഉണ്ടായാൽ തന്നെ ഇതെല്ലാം തന്നെ ഇതുപോലെ ആണെങ്കിൽ തെരഞ്ഞെടുപ്പുകൾ നടത്തിയിട്ട് കാര്യമുണ്ടാവില്ല. അതാണ് ഇന്ത്യൻ ജനാധിപത്യം നേരിടുന്ന വലിയ പ്രതിസന്ധി. എന്തായാലും BJP ഇതിനെ തിരിച്ചടിക്കുന്നത് രാഹുലിന്റെ റായ്ബറി മണ്ഡലത്തിൽ കള്ളവോട്ട് നടന്നിട്ടുണ്ട്. അതേപോലെ സോണിയാഗാന്ധി പൗരത്വം പോലും പൗരത്വം ലഭിക്കുന്നതിന് മുമ്പ് അവർക്ക് 80-ലും 82-ലും വോട്ടർ പട്ടികയിൽ അവർ ഇടം നേടിയിട്ടുണ്ട്. അപ്പം അങ്ങ് പറഞ്ഞു തന്നെയാണ് ശരി. അതിനെതിരെ നടപടി എടുക്കാൻ ഇവർക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? 10 കൊല്ലമായില്ലേ ഗൗതം ഭരണത്തിലിരിക്കുന്നത്. ഇത് ഇലക്ഷൻ, ഞാൻ ചോദിക്കുന്നത് ഇലക്ഷൻ കമ്മീഷൻ. പക്ഷെ തിരിച്ചു അപ്പൊ ചോദിക്കാലോ, എന്തുകൊണ്ട് തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് മാത്രം ഈ സാധനം? ഇപ്പൊ തെരഞ്ഞെടുപ്പില്ലല്ലോ. അല്ല, ഈ ഒരു അതായത് തദ്ദേശ തെരഞ്ഞെടുപ്പൊക്കെ വരാൻ വേണ്ടി ഇന്ത്യ മുഴുവൻ കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. എന്റെ പൊന്നു, കേരളം ഒന്നും ഒരു കണക്കിലെടുത്തിട്ടില്ല. ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് കേരളം കണക്കിലെടുത്തിട്ടുള്ളത്? അല്ല, കേരളത്തിൽ എന്തുകൊണ്ട് തൃശ്ശൂരിൽ ഇപ്പൊ അതാണ് പ്രധാനമായിട്ട് എതിർവാദം വരുന്നത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എടുക്കാൻ വേണ്ടി വരുമ്പോൾ മാത്രം എന്താണ് ആ ഒരു പുകമറ സൃഷ്ടിക്കാൻ വരുന്നു എന്നുള്ളത്. എന്തുകൊണ്ട് നേരത്തെ നടപടി എടുത്തില്ല? അത് ഞാൻ നേരത്തെ സുരേന്ദ്രന്റെ കാര്യം പറഞ്ഞു. എതിർവാദം ഡിഫെൻഡ് ചെയ്യാനായിട്ട് പറയുന്നത് ഇതാണ്. സുരേന്ദ്രൻ പറയുന്നത് ഞങ്ങൾ കള്ളത്തരം കാണിക്കും, നിങ്ങൾക്ക് പിടിക്കാൻ പറ്റില്ലെങ്കിൽ തോന്നിച്ചത്തോടാണ്. അതായത് പിന്നെ സുരേന്ദ്രൻ പറയുന്നതും വലിയ ഗൗരവം. അതായത് ഒരു ജനറലൈസേഷൻ, ആരാണ് ഇവിടെ എന്താണ് വ്യാജന്മാരല്ലാത്തവര്, ആ ജനറലൈസേഷനെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയുന്നില്ല, അത് അടുത്ത വീഡിയോ മൊത്തത്തിൽ പറയുന്നത്. അതുകൊണ്ട് ഈ പൊട്ടത്തരമൊക്കെ പറഞ്ഞായിരുന്നു. അല്ല, പണ്ട് സുരേന്ദ്രൻ പറഞ്ഞൊരു വാചകമുണ്ട്, എന്താണെന്നറിയാം, എനിക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തെ. പക്ഷെ അദ്ദേഹം പറഞ്ഞൊരു വാചകമുണ്ട്, എന്നറിയാം, ഓരോരുത്തരുടെയും അക്കൗണ്ടിലേക്ക് 15 ലക്ഷം രൂപ വരും മറ്റേ നോട്ട് നിരോധനം കഴിയുമ്പോൾ. പിന്നെ 50 പൈസ ഇതും പറഞ്ഞു പെട്രോൾ വില. ഞാനത് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. പെട്രോൾ വില 50 രൂപയാണ്. ഞാൻ കാണുമ്പോൾ ചോദിക്കണമെന്ന് വെച്ചാൽ 15,000 രൂപ വന്നാൽ മതി, 15 ലക്ഷം വേണ്ട, ബാക്കി എന്ത് ചെയ്യാം. അതുകൊണ്ട് ഇതിനെ എല്ലാവരും വ്യാജന്മാരാണ് എന്ന് പറഞ്ഞ് വ്യാഖ്യാനിക്കുന്നത് തെറ്റാണ്. ഒരു കൂട്ടർ മാത്രമാണ് വ്യാജന്മാർ. ഇത് ഗൗതം ഒരൊറ്റ വാചകം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം. ഗൗതം പറഞ്ഞ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല ഇതിനകത്ത് വലിയ കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അമേരിക്കയിൽ ആഫ്രിക്കൻ ബ്ലാക്സിനെയും അമേരിക്കൻ ബ്ലാക്സിനെയൊക്കെ ഒഴിവാക്കിയതുപോലെ ഒരു വലിയ തോതിൽ ഇവർക്ക് വോട്ട് കിട്ടില്ല എന്നുള്ള ആളുകളെ ഒഴിവാക്കാനുള്ള ഒരു വലിയ പ്രൊജക്റ്റാണ്
ഇന്ത്യയുടെ ജനാധിപത്യം അപകടത്തിലാവുന്ന, ഇന്ത്യയുടെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകാവുന്ന വലിയ പ്രൊജക്റ്റാണ്. അതാണ് പേടിപ്പെടുത്തുന്നത്.